എന്റെ വല്യ ചേച്ചി, ഞാൻ നിങ്ങളോട് പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ അടുക്കളയിൽ പോയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിട്ട്. എവിടെ നിന്ന് മുറിച്ചാൽ എന്താ, സമയത്തിന് കറിയാക്കി തന്നാ പോരെ. എന്നാലും ഹാളിൽ വന്ന് ഇരുന്നിട്ടാണ് ചേച്ചി ഇതൊക്കെ ചെയ്യാ. സോഫയും ടേബിളും എല്ലാം അലങ്കോലമായി. ഇപ്പൊ ആരെങ്കിലും കേറി വന്നാലോ? നിങ്ങളോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ, കിച്ചണിലെ കുഷിനുള്ള ചെയർ വാങ്ങിച്ചിടാൻ. അല്ലാണ്ട് നിങ്ങളെ മരത്തിനെ കൊണ്ടിട്ടാലേ എനിക്കിരിക്കാൻ പറ്റില്ല, എനിക്ക് നടുവേദന വരും. ഇവിടെ മാത്രം പണിയെടുത്ത പോലെ എനിക്ക് ഒരുപാട് വീടുകൾ പണിയെടുക്കേണ്ടതാ. അപ്പൊ എന്റെ ആരോഗ്യം കാത്തു സൂക്ഷിക്കേണ്ട ആരുടെ കടമയാ? എന്റെ കടമ. അതാണ് ഞാൻ ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ ഇതൊക്കെ നോക്കിയിട്ട് തന്നെയാണ് ഇവിടെ പണിക്ക് വന്നിരിക്കുന്നത്. കിച്ചണിൽ പോയി നോക്കി, അപ്പൊ കിച്ചണിൽ മരമാണെന്ന് കണ്ടു. അപ്പൊ സോഫയിൽ എനിക്ക് ഇരിക്കുമ്പോ ഇങ്ങനെയൊക്കെ വേണം. പിന്നെ ഗസ്റ്റിന്റെ കാര്യം, ഞാൻ വാതിൽ നല്ലപോലെ പൂട്ടി വെച്ചിട്ടാണ് ഇത് മുറിക്കാൻ ഇവിടെ വന്നിരുന്നത്. ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ബെല്ലടിച്ച് ഒരു അരമണിക്കൂർ നിൽക്കട്ടെ, അതിനുള്ളിൽ ചേച്ചി ഇതെല്ലാം മാറ്റി ക്ലിയർ ആക്കി തരും. അതുപോലെ വല്യ ചേച്ചി, ഞാനേ ഇത് തുണികളൊക്കെ ഒന്ന് മേലെ കൊണ്ടിട്ടിട്ട് വരാം. ഇതൊന്ന് വേഗം തീർത്ത് തരണേ. വേറെ കുറച്ച് പണിയാണ്, ഞാൻ പറയാ വന്നിട്ട്. കൊച്ചേ, ഒന്നവിടെ നിക്ക്. ഈ പണി 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 പറഞ്ഞിട്ടേ ഒരാഴ്ചയിലെ പണി മുഴുവൻ ഒരു ദിവസം കൊണ്ട് ചെയ്യിപ്പിക്കാൻ വിചാരിക്കണ്ട. കറക്റ്റ് 1 മണിക്കൂറിനുള്ളിൽ ഞാൻ ഇവിടെ ഇറങ്ങും. അല്ല ചേച്ചി, ഇപ്പൊ വന്നല്ലേ ഉള്ളൂ. ഈ 1 മണിക്കൂറിനുള്ളിൽ എന്ത് പണിയെടുക്കാനാ? 2 മണിക്കൂറെങ്കിലും നിക്കാന്ന് പറഞ്ഞിട്ടല്ലേ ശമ്പളമൊക്കെ ഫിക്സ് ചെയ്തേ? ആ, ഞാൻ പറഞ്ഞത് റെഡിയാണ്. ഇന്ന് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ അരമണിക്കൂർ വൈകി. കറക്റ്റ് 10:30 എഞ്ചിനീയറിന്റെ വീട്ടിൽ പണിക്ക് പോകാനുള്ളതാ. എന്ന് വെച്ച് ഇവിടുത്തെ ജോലിയൊക്കെ പിന്നെ ആരാ ചെയ്യാ? വല്യ ചേച്ചിക്ക് ഇവിടെ നിന്നും പൈസ കയറുന്നല്ലേ, അതിനുള്ള പണി എടുക്കണ്ടേ? അയ്യോ, ഒരു നിർബന്ധമില്ല എന്നോട് പണിക്ക് വെക്കണം എന്നുള്ളത്. ഞാനേ 5-8 വർഷം അവിടെ പണിയെടുക്കുന്നു. അവരെ മുഷ്പിച്ചിട്ട് എനിക്കിപ്പോ ഇത്ര വലിയ പണി വേണം ഒരു നിർബന്ധമില്ല. എന്റെ വല്യ ചേച്ചി, ഞാൻ വേറൊന്നും വിചാരിച്ച് പറഞ്ഞതല്ല. ഇപ്പൊ വന്നല്ലേ ഉള്ളൂ. പെട്ടെന്ന് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ആകെ കുടുങ്ങി പോകും. അതുകൊണ്ട് പറഞ്ഞതാ. ചേച്ചിക്ക് പറ്റുന്നൊക്കെ ചെയ്ത് തീർക്ക്. അതെ, ഇവിടുന്ന് തരുന്ന പൈസന്റെ പണിയൊക്കെ എടുത്തിട്ടേ പോകുള്ളൂ. അതിനെ കുറിച്ച് പേടിയൊന്നും വേണ്ട. പിന്നില്ലേ ഈ വല്യ ചേച്ചി എന്നുള്ള വിളിയുണ്ടല്ലോ, അതെനിക്ക് തീരെ ഇഷ്ടമല്ല. പറ്റുകയാണെങ്കിൽ ആനന്ദ വല്യ ചേച്ചിയെ വിളിക്കും, അല്ലെങ്കിൽ ആന ഏന്റിന്ന് വിളിച്ചോ, എനിക്ക് അതാ ഇഷ്ടം. ഇതെന്താ സാധനം? പഴം പൊഴിഞ്ഞതോ? അടുക്കളയിൽ നോക്കുമ്പോ അടുക്കളയിലും പഴം ഇരിക്കുന്നു, ഫ്രിഡ്ജിലും പഴം കാണും. എന്തായാലും നമുക്ക് പഴം കഴിക്കാം കേട്ടോ. പഴം കഴിക്കോട്ടോ, പഴം കഴിച്ചോട്ടോ. പഴം എടു പോയി. ഞാൻ ഇതിലല്ല വെച്ച്. ആനന്ദ വല്യ ചേച്ചി, കുഞ്ഞിന് കഴിക്കാൻ ഇതിൽ പഴം പൊഴിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. എങ്ങോട്ടെങ്കിലും എടുത്ത് മാറ്റി വെച്ചോ? അയ്യോ, അത് കുഞ്ഞിനെ പുഴുങ്ങി വെച്ചതായിരുന്നാ? അന്നാ പറയണ്ടേ മോളെ. ഞാൻ നേരത്തെ നോക്കും ഇവിടെ ഇരിക്കുന്നു, പിന്നെ നോക്കുമ്പോ അവിടെ ഇരിക്കുന്നു. ഞാൻ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല മോളെ വീട്ടിൽ നിന്ന്. ഞാൻ വിചാരിച്ചപ്പോ എനിക്ക് പുഴുങ്ങി വെച്ചതായിരിക്കും. എന്റെ ചേച്ചി, എന്നാലും ഒന്ന് ചോദിച്ചുകൂടായിരുന്നോ? കുട്ടിക്ക് വിശന്നിട്ടിരിക്കുക, ഇനിയിപ്പോ ഞാൻ എന്താ കൊടുക്കുക? അതിന് ഇഷ്ടം പോലെ പഴം കണ്ടല്ലോ മോളെ ഫ്രിഡ്ജില്. ഞാൻ പച്ചക്കറി എടുക്കുമ്പോ അത് 2 എടുത്ത് പുഴുങ്ങി കൊടുക്ക്. അല്ലെങ്കിൽ ഇത് പഴം കഴിക്കണ കുട്ടിയാണ്, അതിനെ കണ്ടാൽ തന്നെ അറിയില്ല. എന്തിനാ കുട്ടിനെ വേണ്ടാത്ത തന്നെ കുട്ടി തരുക? അത് കഴിക്കില്ല, ഞാൻ കാണുന്നുണ്ടല്ലോ. നീ എന്തെങ്കിലും ഒന്നെടുത്ത് 2 മണിക്കൂർ നടക്കുന്നത്. എന്തിനു കഷ്ടപ്പെട്ട് കൊടുക്കണ പാവം? സാധാരണ എല്ലാ വീടുകളും ഞാൻ ഫ്രിഡ്ജിൽ തൊണ്ട് 2-3 ആപ്പിൾ എടുത്ത് കഴിക്കലുണ്ട്. എന്നിട്ട് ഇതുവരെ അവരെന്നോട് ചോദിച്ചിട്ടില്ല. ഇവിടെ 2 ഉണക്കപ്പഴം പുഴുങ്ങി വെച്ചിനെടുത്ത് കഴിച്ചാലാണ് ഇപ്പോൾ ഈ വർത്താനം. അറുത്തുകൾ ഉപ്പ് തേക്കാൻ സാധനമാണെന്ന് തോന്നുന്നു എനിക്ക്. ഇതിൽ ശമ്പളം കുറച്ചുകൂടി കൂട്ടി ചോദിക്കണം. വേണമെങ്കിൽ മതി. കള്ളപ്പേരുണ്ടാക്കുക എന്നെ. ആ മേഡം, ഞാൻ ഒരു 10 മിനിറ്റ് കൊണ്ട് അവിടെ എത്തി. ഒരു പുതിയ വീട്ടിൽ നിന്ന് പണിക്ക് കയറിയതാ. ഒരലമ്പ് പെണ്ണ അവിടെ ഉള്ളത്. നമ്മുടെ ട്രാക്കിലേക്ക് എത്തണമെങ്കിൽ കുറച്ച് ദിവസം കൂടി കഴിയുമെന്നാണ് തോന്നുന്നത്. ആ ശരി ശരി. എവിടെ പോയതാ? എന്റെ പേരെന്താ? ആ, ശ്രുതി. ഞാൻ പോവാണ് കേട്ടോ, ഒന്നിങ്ങോട്ട് വാ. ആ ചേച്ചിതാ, ഞാൻ വന്നു. 1 മിനിറ്റേ. ഇത്ര പെട്ടെന്ന് ഇറങ്ങാനായോ? പെട്ടെന്നാ, ഞാൻ 10 മിനിറ്റ് ലേറ്റാ. എന്നിപ്പോ കസ്റ്റമേഴ്സ് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കസ്റ്റമേഴ്സാ?
പിന്നെ എന്നെ കുറിച്ച് എന്താ വിചാരിച്ച്? ഇവിടെ മാത്രം ഞാൻ പണിക്ക് വന്നോണ്ടിരിക്കുകയാണെന്നാ? അല്ല അങ്ങനെയല്ല ചേച്ചി, കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് ചോദിച്ചതാ. ആ പിന്നെ എനിക്കൊന്ന് 2000 രൂപ തരണേ, വീട്ടിൽ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് പോകാനുള്ളതാ. 2000 രൂപയോ? ചേച്ചി ഇന്ന് വന്ന് ജോയിൻ ചെയ്തല്ലേ ഉള്ളൂ, അപ്പോഴത്തേക്ക് ഇതിന് 2000 വാങ്ങിട്ട് പോണാൻ? ഞാൻ പണിയെടുക്കുന്ന എല്ലാ വീട്ടിലും പോയത് തന്നെ ഞാൻ അഡ്വാൻസ് വാങ്ങലുണ്ട്. ചിലവർ 2000, 3000, 4000 വരെ തരലുണ്ട്. ഇവിടെ ഞാൻ 2000 ചോദിച്ചുള്ളൂ, എന്നാലും എന്റെ ബാക്കി 8000 കൂടെ കിടക്കുകയല്ലേ. സംശയമില്ല, ഞാൻ നമ്പർ തരാം, ആ വീട്ടിലേക്ക് ഒന്ന് വിളിച്ച് ചോദിച്ചോ. ഏയ് സംശയമൊന്നും ഉണ്ടായിട്ടല്ലേ ചേച്ചി, പക്ഷെ ഇത്രയും പൈസ ഇപ്പൊ ഇവിടെ എടുക്കാനില്ല. ഒരു 400, 500 ആണെങ്കിൽ ഞാൻ തരാം. അയ്യോ, 400, 500 കൊണ്ടൊന്നും എന്റെ കാര്യം നടക്കല്ലേ. ഇന്ന് വരെ ഞാൻ ചോദിച്ച വീട്ടിൽ നിന്നൊന്നും ഇങ്ങനെ ഒരു വാക്ക് എന്റെ അടുത്ത് ആരും പറഞ്ഞിട്ടില്ല. ഞാനെന്താ വലിയ കളി തീർന്നുണ്ട്, ഞാൻ പണി നോക്കില്ല. എന്താ കഥ? ഷോ ഇത്ര നേരമായിട്ട് ഈ ചേച്ചിനെ കാണാനില്ലല്ലോ, ഇവരത്ത് എവിടെ പോയതാ? വേഗം വരാന്നല്ലേ പറഞ്ഞു, സമയം ഒരുപാടായല്ലോ. ആ ഹലോ ചേച്ചി, ഇന്ന് എത്ര നേരമായിട്ട് വരാത്ത? ഞാൻ വരുന്നില്ല, ഇന്ന് ലീവാ. ലീവോ? നിങ്ങൾക്കൊക്കെ വലിയ ഡിമാൻഡ് അല്ലേ. 2000 രൂപ ചോദിച്ചപ്പോ എന്തായിരുന്നു? ചേച്ചി ഇന്നലെ എന്റെ കയ്യിൽ പൈസ ഇല്ലായിരുന്നു, അതുകൊണ്ട് പറഞ്ഞതാ. ഇന്ന് ഏട്ടൻ വീട്ടിലുണ്ട്, വാങ്ങിത്തരാം. ചേച്ചി പൈസ കിട്ടിയ ശേഷം പണി തുടങ്ങിയാൽ മതി. ആ നോക്കട്ടെ, ഞാൻ വേറെ വീട്ടിൽ പണിയെടുത്തോണ്ടിരിക്കുക. ആ ഒന്ന് വരാൻ നോക്കി ചേച്ചി. സമയം ഉണ്ടെങ്കിൽ വരാം. തനിയെ വന്നു കാലിന്റെ വീട്ടില്, എന്നോടാ കളി. പക്ഷെ ഇത് അടുക്കള എന്താ ക്ലീൻ ചെയ്യാത്ത? ചേച്ചി അടുക്കള തുടച്ചില്ല? ഇല്ല, ചിക്കന്റെ മീനിന്റെ ഒക്കെ മണം വന്നിട്ടേ അവിടെ പോകാൻ തോന്നുന്നില്ല എനിക്ക്. ചേച്ചിയല്ലേ ഇപ്പൊ എനിക്ക് ചിക്കനും മീനൊക്കെ കഴുകി വൃത്തിയാക്കി തന്നത്, അപ്പൊ ഈ പ്രശ്നമൊന്നും കണ്ടില്ലല്ലോ. ഇല്ല, മുറിക്കാനും കഴുകാനും എനിക്ക് ഒരു പ്രശ്നമില്ല. പക്ഷെ കറി ഉണ്ടാക്കുന്ന മണം എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. തലവേദന വന്നിട്ട് ഞാൻ ഓടി ഇങ്ങോട്ടേക്ക് വന്നതാ. ഓ അങ്ങനെയല്ലേ. പിന്നെ എന്തിനാ ചേച്ചി കുറച്ച് മീന് മാറ്റി വെച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകണം, കറി വെച്ച് കഴിക്കാൻ ഇഷ്ടാന്ന് പറഞ്ഞിട്ട്? ഇതൊരു അസുരവത്താണല്ലോ. ദേ ഇല്ല, എന്റെ വീട്ടിലെ മണം എനിക്ക് പ്രശ്നമില്ല, പക്ഷെ വേറൊരു വീട്ടിലെ മീൻ ഉണ്ടാക്കുന്ന മണം എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അതെന്താ ചേച്ചി അങ്ങനെ? ഞാൻ പണിയെടുക്കാൻ കേട്ടോ, പണിയെടുക്കണോ എന്റെ സമയം വെറുതെ കളയല്ലേ. വേറൊരു വീട്ടിൽ പണിയെടുത്ത് ഞാൻ എന്നെ വിളിച്ചു വരുത്തിയിട്ട്. എന്തായാലും കാര്യങ്ങൾക്കൊരു വ്യക്തത വേണല്ലോ, അതുകൊണ്ട് ഞാൻ എടുത്ത് ചോദിച്ചേ ഉള്ളൂ. നീയേ എന്തെങ്കിലും ഒന്ന് തീരുമാനിക്കും, എന്നിട്ട് ആനന്ദവല്ലിയുടെ പണിയെടുക്കുള്ളൂ. ഒരു പൈസക്കാര്യത്തിൽ വന്നിരിക്കണോ? നിന്റെ വീട്ടിൽ മാത്രം പണിയെടുത്താൽ പോരാ, ഒരുപാട് വീടുകളിൽ പണിയെടുക്കുന്ന ആളാണ് ഞാൻ. അവള് വലിയ ഡയലോഗ് അടിക്കണോ? നീ വെറുതെ റോഡിൽ കൂടെ പോകുമ്പോഴേ എനിക്ക് പണി വിളിച്ചു തരാൻ ആൾക്കാരുണ്ട്. എന്താ നീ വിചാരിച്ച നിന്റെ വീട്ടിലെ പണി ചെയ്തിട്ട് വേണം എന്റെ കുടുംബം കഴിയണമെങ്കിൽ? എന്നാ അതിന്റെ ഗതികേട് ഈ ആനന്ദവല്ലിക്കില്ല. ഞാൻ വേറെ വീട്ടിൽ പണിയിട്ട് ഞാൻ വീണ്ടും വീണ്ടും പറയാം, അത്ര നന്നായിട്ട് പണിയെടുത്തോണ്ടിരിക്കുക. ആ സമയത്തിന് വിളിച്ചിട്ട് ചേച്ചി പറഞ്ഞിട്ട് കാല് വിളിച്ചിട്ട് ഞാൻ വന്നത്. ഞാൻ വെറുതെ പണിതരോ ചോദിച്ചു ഞാൻ വന്ന അങ്ങനെ വരില്ല. ആ ഗതികേട് എനിക്ക് ഇത്ര വർഷമായിട്ട് വന്നിട്ടില്ല. തീരുമാനിക്കും നീ. എന്റെ പൊന്ന് ചേച്ചി, എനിക്ക് ഇവിടെ കുഞ്ഞിനെ കൊണ്ട് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാനാവില്ല. അതുകൊണ്ടാണ് ഞാൻ ചേച്ചിനെ എന്തായാലും വരണം എന്ന് പറഞ്ഞ് വിളിച്ചത്. ഇപ്പൊ മീൻ വേണം ചേച്ചിക്ക് ഇഷ്ടമല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ്, മീൻ കറി ഉണ്ടാക്കുന്ന സമയത്ത് അടുക്കള തുടയ്ക്കണ്ട, അത്രയല്ലേ ഉള്ളൂ. അത് പോരാ, ഞാൻ വന്നും തുടങ്ങി പറയണം വിചാരിച്ചതാ. ഇവിടെ കുറച്ച് പണി കൂടുതലാ ബാക്കിയുള്ള വീടുകളിൽ വെച്ചിട്ട്. എനിക്ക് 10 തന്നാ പോരാ, 15 എന്തായാലും തരണം. ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറഞ്ഞോട്ടാ, ഞാൻ പോയിക്കോളാം. 15,000? എന്താ ചേച്ചി പറയണോ? ഒറ്റയടിക്ക് 5,000 രൂപ കൂട്ടിത്തരാനോ? 15,000 കുറച്ച് കൂടുതലാ. ഒന്നാമത് അതിന് മാത്രമുള്ള പണിയൊന്നും ഇവിടെ ഇല്ല. കൂടുതലാണെങ്കിൽ പറഞ്ഞോ, ഈ പൈസക്ക് എന്നെ കുറെ വീടുകളിൽ വിളിക്കുന്നുണ്ട്. ഞാൻ പിന്നെ ഇവിടെ കുഞ്ഞല്ലേ, അത്രയും വിളിച്ചതല്ലേ എന്ന് പറഞ്ഞിട്ട് മാത്രം വന്നതാ. ഇല്ല ചേച്ചി, തൽക്കാലം പണിയെടുക്ക. ഇവിടെ ഏട്ടനുണ്ടല്ലോ, ഞാൻ ഏട്ടനോട് പറഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്യും. ഇത് കൂടുതലൊന്നും അല്ല, എന്റെ അനിയത്തി പണിയെടുക്കുന്ന വീട്ടിലെ 20 അവള് വാങ്ങിക്കുന്നത്. എന്നെ പോലെ പണിയെടുക്കൂല്ല, ആത്മാർത്ഥത അയച്ച്. അതല്ലേ എനിക്ക് ഇത്രയും ആൾക്കാര് പണിക്ക് വാ പറഞ്ഞിട്ട് വിളിക്കേ. ഇവരതവിടെ പോയി കുറെ നേരമല്ല മേലെ കേറിയിട്ട്. വല്യ ചേച്ചി, ഇതെന്താ എന്റെ കയ്യില്? ഞാനിപ്പോ എവിടെയാ? നിങ്ങൾ ഇവിടെയല്ലേ, മാറാതെ തട്ടിയിടിക്കാൻ വേണ്ടി 1/2 മണിക്കൂർ മുമ്പ് കയറി വന്നല്ലേ മേലേക്ക്, എന്നിട്ട് ഇവിടെ ഇരുന്ന് ഉറങ്ങാ? അയ്യോ എന്റെ മോളെ, ഒന്നും
പറയണ്ട. ആ എഞ്ചിനീയറിന്റെ വീട്ടിൽ പണി കഴിഞ്ഞ് വരുമ്പോ അവിടുത്തെ മേഡം 2 വെള്ളയപ്പം തന്നു. കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ്. ഇഷ്ടം പോലെ കള്ളൊഴിച്ചിട്ട് തോന്നുന്നു. എനിക്ക് പിന്നെ ഉറക്കം വന്നിട്ട് ഒരു വിവരമില്ല. അങ്ങനെ ഞാൻ തട്ടി അടിച്ചു ഇല്ലേ, എന്താ കണ്ടോ, തട്ടി അടിച്ചു മോളെ. അങ്ങനെ ഞാൻ ഉറങ്ങിപ്പോയതാ. ചേച്ചി ഇപ്പൊ താഴെ വന്നിട്ട് ബാക്കിയുള്ള പണികൾ കൂടി ചെയ്യാൻ നോക്ക്. എന്തോരം പാത്രങ്ങൾ ഉണ്ടെന്നറിയോ കഴുകാൻ വേണ്ടിയിട്ട്. അടുക്കളയും വൃത്തിയാക്കിയിട്ടില്ല. ഏട്ടൻ പോകുമ്പോഴത്തേക്ക് എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനുള്ളതാ. ഇനി പാത്രം കഴുകാനോ? അത് നടക്കില്ല. ഇപ്പൊ തന്നെ സമയം ഒരുപാട് വൈകി. എന്താണ് തൊഴിൽ ചേച്ചി നിങ്ങൾ ഇങ്ങനെ പറയുന്നത്? വന്നിട്ട് 1 മണിക്കൂർ തികച്ചായിട്ടില്ല. അല്ല 1/2 മണിക്കൂർ ഇവിടെ കിടന്ന് ഉറങ്ങലും. എന്തൊക്കെ പണികളുണ്ട്, ഇതൊക്കെ എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാനാകുമോ? നിങ്ങൾ വന്നത് പോണെന്ന് പറഞ്ഞാൽ എങ്ങനെയാ ശരിയാകുക? അത് എന്റെ തെറ്റല്ല. ഞാൻ മര്യാദക്ക് പണിയെടുത്തോണ്ടിരുന്നല്ലേ. അപ്പൊ നിങ്ങളല്ലേ വന്ന് ഓരോ തർക്കമുണ്ടൊക്കെ സ്റ്റെയർ കേസിൽ എത്ര നേരം ഇരുന്ന്. അതൊക്കെ എന്റെ വർക്ക് ടൈമാ പോയത്. ഇനി എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ നാളെ. ഇനി ഞാൻ ഒരു പണിയും ചെയ്യില്ല. ഞാൻ അതൊക്കെ വെച്ചിട്ട് പോവുക. എന്തൊരു കഷ്ടാ ദൈവമേ ഇത്. എന്നാ ശരിയേ, നാളെ കറക്റ്റ് 9 മണിക്ക് ഞാൻ ഇവിടെ എത്തും. ചേച്ചി എന്നാലും മുറ്റെങ്കിലും അടിച്ചിട്ട് പോവായിരുന്നു. അയ്യോ, അതിനൊന്നും എനിക്ക് സമയമില്ല. ഞാൻ പറഞ്ഞതല്ലേ നാളെ വന്നിട്ട് എല്ലാം ചെയ്യാന്നുള്ളത്. ഒരു ദിവസം മുറ്റുപടിച്ചെങ്കിലേ ഇവിടെ ഒന്നും സംഭവിക്കില്ല. എന്നാ ശരി. ആനന്ദവല്ലി ചേച്ചി നിന്നേ. 2 ദിവസമല്ലേ ചേച്ചി ഇവിടെ പണിയെടുത്ത്? 2 ദിവസത്തേക്കുള്ള കൂലി എത്രയാ? അതെന്തിനാ 2 ദിവസത്തെ? ഞാൻ ദിവസക്കൂലിക്ക് വരികയല്ല. എനിക്ക് മാസം അവസാനം തന്നാ മതി. അയ്യോ, അത് വേണ്ട. ചേച്ചി ഭയങ്കര തിരക്കുള്ള ആളല്ലേ. ഇവിടെ 2 ദിവസം പോലും മര്യാദയ്ക്കൊന്നും പണിയെടുക്കാൻ സമയമില്ല. അങ്ങനത്തെ ആളാണ് ഇവിടെ ഒരു മാസം വരെ നിൽക്കാൻ നിൽക്കുന്നത്. എന്തായാലും മാസം അവസാനം വരെ നിൽക്കണ്ട. ആ 2 ദിവസത്തെ 10,000 ഒരു മാസം വെച്ച് 2 ദിവസത്തെ ഒരു 10-700 രൂപയില്ലേ, ഞാനിപ്പോ എടുത്തിട്ട് വരാം. എന്താണ് അവൻ? അല്ല, എന്താ സാറ് പറഞ്ഞിട്ട് പോയത്? ചേച്ചി ഇനി മുതലേ ഇവിടെ ജോലിക്ക് വന്ന് കഷ്ടപ്പെടണ്ടെന്ന് ഏട്ടൻ പറഞ്ഞിട്ട് പോയത്. കുറച്ചു പേരെയൊക്കെ ഇത്ര നേരം വിളിച്ചു നോക്കുന്നുണ്ടായിരുന്നു. 1-2 പേര് വരാന്ന് പറഞ്ഞിട്ടുണ്ടായെന്നാ പറഞ്ഞേ. അപ്പൊ നാളെ തന്നെ ഒരാൾ എത്തുന്നാ തോന്നുന്നേ. അതുകൊണ്ട് പറഞ്ഞത്. എന്റെ പൊന്നു മോളെ, മേഡം, എനിക്ക് ഈ വീട് വിട്ട വേറെ പണിയില്ല. നിങ്ങളല്ലേ പറഞ്ഞേ 5-8 വീട്ടില് പണിയുണ്ട് ദിവസവും, മാസം 70,000-80,000 വെച്ച് ശമ്പളം ഉണ്ടെന്നും. പിന്നെന്താ പ്രശ്നം? 5ഉം ഇല്ല 8ഉം ഇല്ല ഒന്നുമില്ല. ആകെ എഞ്ചിനീയറിന്റെ വീട് മാത്രമുണ്ട്. അപ്പൊ റിട്ടയർഡായി മോന്റെ അടുത്ത് UK പോവുക. ഈ വീട് വിട്ട വേറെ ഒരു ആശ്രയം എനിക്കില്ല. എന്നിട്ടാണോ ഇഷ്ടംപോലെ ജോലിയുണ്ട്, റോഡിലൂടെ നടന്നാ വിളിച്ച് പണി തരാൻ ആളുണ്ട്, എനിക്ക് പൈസ കൂട്ടിത്തരണം എന്നൊക്കെ പറഞ്ഞത്? അയ്യോ, റോഡിൽ കൂടെ പോകുമ്പോ എനിക്ക് പണി തരാൻ ആളുണ്ടെന്നല്ല പറഞ്ഞത്. റോഡിൽ കൂടെ പോകുമ്പോ എനിക്ക് പണി തരുമോ പറഞ്ഞിട്ട് ഓരോ വീട്ടിലും വിളിച്ച് ചോദിക്കണം എന്നാ മേഡം പറഞ്ഞത്. മേഡം മാറി കേട്ടതാ. എന്തായാലും ആനന്ദവല്ലി ചേച്ചി നാളെ മുതൽ വരണ്ട. വേറൊന്നുമല്ല, 15,000 തരാൻ ഞങ്ങൾക്ക് ആകില്ല. അതുകൊണ്ടാ. പൈസയാണ് മേഡത്തിന് പ്രശ്നമെങ്കിൽ അതിന് ഞാൻ ആനന്ദവല്ലിയുടെ അടുത്ത് വഴിയുണ്ട്. 15ഉം വേണ്ട 10ഉം വേണ്ട, വെറൊരു 7,000 രൂപ തന്നാ മതി. എന്നാലും വേണ്ട. ഇപ്പൊ വരാന്ന് പറഞ്ഞവരൊക്കെ പണിയെടുക്കാൻ റെഡി ആയിട്ട് വരുന്നവരാ. അല്ലെങ്കിൽ ഈ 1 മണിക്കൂർ പണിയെടുത്തിട്ട് ഇവിടെ ഒന്നും ആകില്ല. പിന്നെ എന്തിനാ ചേച്ചി വെറുതെ വരണേ? സമയം അതെനിക്കൊരു വിഷയമേ ഇല്ല. രാവിലെ 9 മണി തുടങ്ങിയിട്ട് വൈകുന്നേരം 3 വരെ പണിയെടുക്കും. ഇങ്ങോട്ട് തരുന്ന പൈസക്ക് അങ്ങോട്ടൊക്കെ ഒരു മാന്യത കാണിക്കണ്ടേ? എന്നാലും വേണ്ട. എന്താന്ന് വെച്ചാലേ മാസം എല്ലാ ഞായറാഴ്ച 4 ലീവ് വേണല്ലോ. അതും കൂടാണ്ടുള്ള ഹോളിഡേയ്സിൽ മുഴുവനും ലീവ്. നമുക്കും ബുദ്ധിമുട്ട്, ചേച്ചിക്കും ബുദ്ധിമുട്ട്. വെറുതെ എന്തിനാ ചേച്ചി കഷ്ടപ്പെട്ട് ഇത്രയും ദൂരം വരുന്നത്? എന്തിന്? മാസത്തിൽ ഒരു ലീവ് മാത്രം. അത് വേണമെങ്കിൽ ഞാൻ ചോദിച്ചു വാങ്ങിക്കാം. സാറിനോട് ഒന്ന് പറയണേ എന്നെ പിരിച്ചുവിടരുതെന്ന്. നാളെ 9 മണിക്ക് ഞാൻ ഇവിടെ ഉണ്ടാകും. അത് ശരി. അപ്പൊ ജോലിക്ക് ഇത്രയും അത്യാവശ്യം ഉണ്ടായിരുന്നു അല്ലേ? എന്നിട്ടാണ് ഇത്രയും പോസൊക്കെ ഇട്ട് ഇവിടെ നടന്നത്. നാളെ മുതൽ ചേച്ചി എന്തായാലും വന്നു. ഓ, സമാധാനം.